രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയങ്കയുടെ രാഷ്ട്രീയ അരങ്ങേറ്റവും ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഉടൻ തന്നെ AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസ് നൽകി. ഉടൻ തന്നെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയും പ്രിയങ്ക ഗാന്ധിക്ക് നൽകി. എന്താണ് ഇത്ര പെട്ടെന്നുള്ള നീക്കത്തിന് പിന്നിലെ രഹസ്യം? അതായത് മോദിയും യോഗിയും തന്നെയാണ്. ഗോരഖ്പൂരും വാരണാസിയും. കിഴക്കൻ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അവധ്, വാരണാസി, പൂർവാഞ്ചൽ അടങ്ങുന്ന 42 ലോക്സഭാ മണ്ഡലങ്ങളുള്ള പ്രദേശമാണ് കിഴക്കൻ ഉത്തർപ്രദേശ്. എന്നാൽ ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ നൽകിയിട്ടുള്ളത് യുവനേതാവായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കാണ്. അവിടെ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകൾ തന്നെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പടിഞ്ഞാറൻ ഭാഗത്തിന്റെ സംഘടനാ ചുമതല കോൺഗ്രസ് നൽകിയത്. എന്നാൽ കിഴക്കൻ ഭാഗത്തിന്റെ സംഘടനാ ചുമതല നൽകിയിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിക്കാണ്. അതായത് ലക്ഷ്യം വെക്കുന്നത് വാരണാസിയും ഗോരഖ്പൂരും തന്നെയാണ്. ഗോരഖ്പൂരിലെ വെല്ലുവിളി ഉയർത്താൻ പറ്റിയ ഒരു നേതാവ് അത് എന്തുകൊണ്ടും പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. അതായത് യോഗിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. എന്നാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു തിരിച്ചടി BJPക്ക് നേരിട്ടിട്ടുണ്ടെങ്കിലും യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഗോരഖ്പൂർ. അതുപോലെ തന്നെ വാരണാസിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം വാരണാസി ഏറെ BJPക്കൊപ്പം പലതവണ നിന്നിട്ടുള്ള വാരണാസിയിൽ മത്സരിച്ച് വിജയിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വിജയിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സംഘടനാ ചുമതല ഏൽപ്പിക്കുന്ന ആള് ഇവിടെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ എല്ലാവിധത്തിലും വിജയിപ്പിച്ച് കയറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് AICC ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്ത ഉടൻ തന്നെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയത്. യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിക്കുകയും മോദിയെ നേരിടാൻ പറ്റുകയും ചെയ്യണമെന്നുള്ള ഒരു കണ്ടീഷനും കോൺഗ്രസ് നേതൃത്വം പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ഫലമാകുമെന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാരണം പ്രിയങ്ക മോദിയെയും യോഗിയെയും നേരിട്ട് കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കോൺഗ്രസിനൊപ്പം നിൽക്കുക. യോഗിയെയും മോദിയെയും വെല്ലുവിളിക്കുക, ഇത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലക്ഷ്യവും. ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കിഴക്കൻ ഉത്തർപ്രദേശിൽ മുന്നോട്ട് വെക്കുന്നുള്ളത്. അതായത് 42 സീറ്റുകളിൽ പകുതിയിലെങ്കിലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ BJP ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഉത്തർപ്രദേശിൽ മുന്നോട്ട് വെക്കുന്നുള്ളത്. ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെ പല മണ്ഡലങ്ങളിലും നിർദ്ദേശിക്കാൻ അവർ തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രിയങ്ക ഞങ്ങൾക്കൊന്നുമല്ല എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP മുന്നോട്ട് പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്ക് ഏത് രീതിയിലായിരിക്കും കിഴക്കൻ ഉത്തർപ്രദേശ് മറുപടി നൽകുക എന്നുള്ളതും കണക്ക് കൂട്ടേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.